ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ഒരു കുഴിമന്തിയാണ്. കുഴിയില്ലാത്ത കുഴിമന്തി. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്കിനി ആദ്യം ഇതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഒരല്പം മലയാളം പുതിനയിലയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതിയാവും, ഇത്രയും മതിയാവും, ഒരല്പം ഇട്ടാൽ മതി. ഇനി 2 പീസ് ചിക്കൻ സ്റ്റോക്ക് കൂടി ഇട്ട് കൊടുക്കാം. അടുത്തിനി ഇതിലോട്ട് കുറച്ച് മന്തി മസാല ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് മുഴുവനെ ഇട്ട് കൊടുക്കാം. അടുത്ത് കുറച്ച് കാശ്മീരി മുളക് പൊടി. ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി മസാല നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത മാഗി ക്യൂബ്സിൽ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് ഇതിൽ നോക്കിയിട്ട് ഒരല്പം ഇവിടെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിനി ഒരു മണിക്കൂർ മാറ്റി വയ്ക്കുക. അപ്പോൾ ആ മസാലയൊക്കെ നല്ല രീതിയിൽ ആ ചിക്കനിൽ പിടിക്കും. ആ സമയത്ത് നമുക്ക് അരി കഴുകി 1 മണിക്കൂർ കുതിർത്താൻ വയ്ക്കാം. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ലാർ റൈസ്. അരി 4-5 വെള്ളം നല്ല വൃത്തിയായി കഴുകിയെടുത്ത് ഇനി ഇതിനെ 1 മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ കുതിർക്കാൻ മാറ്റി വയ്ക്കാം. ഒരു മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ആദ്യം ഒരു 10-15 മിനിറ്റ് തീ കൂട്ടി വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് തീ കുറച്ച് വെച്ച് 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു സൈഡ് ഏതാണ്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ച് വെച്ച് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം മറിച്ച് വെച്ച് വേവിക്കണം. എങ്കിലേ ഉള്ളു നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. അടുത്തിന് അരി വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലോട്ടിനി കുറച്ച് പട്ട ഗ്രാമ്പ് ആയാലും അതുപോലെ ഉണക്ക നാരങ്ങയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് വെള്ളം തിളപ്പിക്കാം. വെള്ളം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നല്ല വൃത്തിയായി തിളച്ചിട്ടുണ്ട്. വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്ന അരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നീര് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിനി ഇത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വെന്താന്ന് നോക്കാം. ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഒരു 90% വെന്താൽ മതി. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ ആ ദമ്മിലിരുന്ന് വെന്തോളും.
വെന്തത്. ഇനി ഇതിനെ ഊറ്റിയെടുക്കാം. ബാക്കി നമുക്ക് ദമ്മിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ചോറ് നല്ല രീതിയിൽ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. ആദ്യം കുറച്ച് ചോറിട്ട് കൊടുക്കാം. നമ്മൾ 3-4 പീസ് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, ചോറിൻ്റെ മുകളിൽ ലാസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ലെയർ ചോറ് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചെടുത്തതിൻ്റെ ഓയിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ആ ചോറും കൂടെ ഫുള്ളും ഇതിലോട്ട് ഇടാം. ഫുള്ള് ചോറ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഇതിൽ കിട്ടും. അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതിയാവും. കുറച്ച് ഇങ്ങനെ ചുറ്റിനും ഒഴിച്ചിട്ട് ഇത്രയും മതിയാവും. ഇനി ബാക്കി ഉള്ള ആ ഓയിലും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അടുത്തിനി കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചോറിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ആ മുളകിൻ്റെ ആ ഒരു മണം ചോറിലോട്ട് നല്ല രീതിയിൽ പിടിക്കും. എരിയൊന്നും കാണൂല, ആ ഒരു മണം കിട്ടും. അടുത്തിനി മാറ്റി വച്ചിരിക്കുന്ന ആ ചിക്കൻ പീസും കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഈ കുഴിമന്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ ആ കുഴിയിൽ വെക്കുന്ന ആ ഒരു പുകയുടെ ആ മണമൊക്കെ ചോറിൽ കയറുമ്പോഴാണ് ആ ഒരു കുഴിമന്തിയുടെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ 2 കഷ്ണം കരി കത്തിച്ചിട്ട് അതിലൊരൽപ്പം ഓയിലൊഴിക്കുക. അപ്പോൾ ആ ഒരു പുക ഇതിനകത്ത് നിൽക്കും. എന്നിട്ട് നമ്മളപ്പോഴത്തേനും അത് അടച്ച് വയ്ക്കാം. എന്നിട്ട് ദമ്മിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ പുകയുടെ ഒരു മണം ഈ ചോറിലോട്ട് നല്ല രീതിയിൽ പിടിക്കും. ഈ കുഴിയിൽ വെച്ച് വേവിക്കുന്നതിൻ്റെ ആ പുകയുടെ ആ ഒരു മണം നമുക്ക് ഈ ചോറിൽ കിട്ടും. ഇനിയൊരു ചെറിയ തീയിട്ടൊരു 10-15 മിനിറ്റ് വച്ചിരിക്കുക. നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. ഒറിജിനൽ മന്തിയുടെ അതേ മണം, നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന, ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ആ പുകയുടെയൊക്കെ ആ മണമുണ്ട്. ആദ്യം മുകളിലിരിക്കുന്ന ചിക്കൻ പീസൊക്കെ നമുക്കെടുത്ത് മാറ്റാം. എന്നിട്ട് ചോറിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചോറ് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ചോറൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇവിടെ നിർത്താണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനലാണ്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷമുള്ള ബെല്ലൈക്കനും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ ഈ വീഡിയോ. എന്നാൽ സുഹൃത്തുക്കളെ, നമുക്കിനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.